അടുപ്പത്തൊരു മണ്ണും ചട്ടി വെച്ചിട്ട് അതിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് ഒരു 4 ഉണക്കമുളക് ഇട്ട് നന്നായി വറുത്തെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലോട്ട് അതൊരു പാത്രത്തിൽ മാറ്റാം. എന്നിട്ട് അതേ എണ്ണയിലോട്ട് നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കരിവേപ്പിലും ഇതേപോലെ നന്നായി വറുത്തെടുക്കാം. എന്നിട്ട് അതും അതേ പാത്രത്തിൽ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും ഒരുമിച്ചിട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില, കുറച്ച് ആവശ്യത്തിന് വേണ്ട ഉപ്പ്, പിന്നെ ഇതിലോട്ട് കുറച്ച് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള തൈര് എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പരുവത്തിലേക്ക് ഇട്ടുട്ടോ. ഈ ഒരു പരുവത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ചെറിയുള്ളി, ഒരു പിടി ചെറിയുള്ളി കേട്ടോ. ആവശ്യത്തിന് ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരു നുള്ളു പഞ്ചസാര, ഇത് ടേസ്റ്റ് നോക്കാം. സൂപ്പർ.